മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിലെ 84-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളാണ് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം 7-ാമത്തെ ശ്ലോകം. അപഗത വിരഹവ്യഥാസ്തദാതാ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിതാത്മകോഹമാത്മേത്യുദയതു സ്ഫുടമേവ ചേതസീതി. ആ ഗോപസ്ത്രീകളെ സമാധാനിപ്പിക്കണതാണ് പറയണത്. സമാധാനിപ്പിച്ചവർക്ക് തത്വോപദേശം കൊടുക്കുക, അതാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയണത്. ആ രഹസിൽ, ആ ഏകാന്തതയിൽ അപഗത വിരഹവ്യഥാഹ താഹ വിധായ, താഹ അവരെ, ആ ഗോപസ്ത്രീകളെ, അപഗത വിരഹവ്യഥാഹ വിധായ, അപഗത വിരഹവ്യഥാഹ വിരഹവ്യഥ ഇല്ലാതായവരായിട്ട്, അപഗതമായ വിരഹവ്യഥയോട് കൂടിയവരായിട്ട്, അപഗതം ഇല്ലാതായി തീർന്ന വിരഹവ്യഥ, വിരഹത്തിലെ വേദന, വിരഹദുഃഖം, അവരുടെ വിരഹദുഃഖമൊക്കെ ആദ്യം ഇല്ലാണ്ടേക്കി. അതായത് ആശ്ലേഷാദികളെ കൊണ്ട് യമുനാതീരത്തിൽ പണ്ട് ചെയ്തിരുന്നത് പോലെയുള്ളതായിട്ടുള്ള ആ കേളികളെ കൊണ്ട് അവരെ സമാധാനിപ്പിച്ച ശരീര സാമീപ്യം കൊണ്ട് തന്നെ ആശ്ലേഷാദികളെ കൊണ്ട് ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിച്ചതിന് ശേഷം അവരുടെ ആ വിരഹവ്യഥ ഇല്ലാണ്ടായി, വിരഹത്തിലുള്ളതായിട്ടുള്ള ആ ദുഃഖം ഇല്ലാണ്ടായി, അദ്ദേഹത്തിൻ്റെ സാമീപ്യം കിട്ടിയപ്പോൾ എന്നാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇനി എന്നും സാധിക്കണതല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ഉപദേശം കൊടുത്തു എന്നാണ് പറയണത്. താഹ അപഗത വിരഹവ്യഥാഹ വിധായ, അവരെ അപഗതമായ വിരഹവ്യഥയോടുകൂടിയവരാക്കി തീർത്തിട്ട്, ആരുമില്ലാത്ത സമയത്ത് ബാക്കിയുള്ളവരുടെ സാന്നിധ്യമില്ലാതെ കണ്ട് അവരെ ഏകാന്തതയിൽ അവരെ സന്തോഷിപ്പിച്ചതിന് ശേഷം പിന്നെ ദദാഥ തത്വബോധം, ഒടുക്കം തത്വബോധം ഉണ്ടാക്കി എന്നുള്ളതാണ്. അവർക്ക് ആ തത്വജ്ഞാനം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് വിരഹം. ഇനി ഈ ഭഗവാന്റെ ശാരീരിക സാമീപ്യം വേണം എന്നുള്ളതായിട്ടുള്ള വിചാരം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് അവർക്ക് തത്വബോധം ഉണ്ടാക്കി, തത്വജ്ഞാനം ഉണ്ടാക്കി എന്നുള്ളതാണ് പറയണത്. എങ്ങനെയാണ് തത്വജ്ഞാനം ഉണ്ടാക്കിയത് എന്നാണെങ്കിൽ, തത്വബോധം ദദാഥ, തത്വബോധത്തെ ദദാഥ നൽകി അവർക്ക് തത്വബോധം ഉണ്ടാക്കി കൊടുത്തു. രഹസ്യം അവർക്ക് തത്വബോധം ഉണ്ടാക്കി കൊടുത്തു, നൽകി എന്നാണ്. എന്താണ് ഉണ്ടായത്? വഹ ചേതസി, നിങ്ങളുടെ മനസ്സിൽ ഉദയതൂ, ഉദിക്കട്ടെ എന്നാണ്, അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ആ തത്വബോധം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്താണ് തത്വബോധം എന്ന് വെച്ചാൽ, പരമസുഖജിത് ആത്മക അഹം ആത്മാ, പരമസുഖജിത് ആത്മാ അഹം എന്ന്. അതായത് ഞാൻ എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ മനസ്സിലുള്ളതായിട്ടുള്ള ആ ഓരോരോ ഗോപസ്ത്രീയുടെയും മനസ്സിൽ ഈ ചിന്ത വരണം എന്നുള്ളതാണ്. എന്ത് ചിന്തയാണ് വേണ്ടത്? അഹം പരമസുഖജിത് ആത്മാ, ഞാൻ പരമസുഖത്തോടു കൂടിയതായിട്ടുള്ള സുഖസ്വരൂപനും ചിത്സ്വരൂപനുമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമസുഖജിത് ആത്മാ, പരമസുഖജിത് ആയിട്ടുള്ള പരമസുഖവും, സുഖം എന്ന് വെച്ചാൽ ആനന്ദം, ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനുമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്ന്. അതായത് ഈ ശരീരമൊന്നുമല്ല, നമ്മളുടെ ഈ ശരീരമൊന്നുമല്ല ആത്മാവ്, നിങ്ങളുടെ ഈ ശരീരമൊന്നുമല്ല ആത്മാവ്. നിങ്ങളെന്ന് പറയുന്നത് ആ ആത്മാവ്, പരമാത്മാവ് തന്നെയാണ്. ആ ജ്ഞാനസ്വരൂപനും സുഖസ്വരൂപനുമായിട്ടുള്ള ആനന്ദസ്വരൂപനുമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് എന്ന്. ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനുമായിട്ടുള്ള ആത്മാവാണ് ഞാൻ, അല്ലാണ്ട് ഈ ശരീരമല്ല എന്നുള്ളതായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് ഉദിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. തത്വബോധം പറഞ്ഞ ആ തത്വബോധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതായിട്ട് അനുഗ്രഹം കൂടി ഭഗവാന്റെ ഉണ്ടായി. ഉദയതൂ, ആ തത്വബോധം നിങ്ങൾക്ക് ഉദിക്കട്ടെ എന്നാണ്. പരമസുഖജിത് അഹം ആത്മാ, പരമസുഖമായിട്ട് സുഖസ്വരൂപനും ചിത്സ്വരൂപനുമായിട്ടുള്ള ആത്മാവാണ് ഞാൻ, ഈ ശരീരമല്ല എന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉദയതുവ സ്ഫുടമേവ ചേതസി, നിങ്ങളുടെ മനസ്സിൽ അത് സ്ഫുടമായിട്ടുണ്ടാവട്ടെ, വ്യക്തമായിട്ടും ആ ചിന്ത നിങ്ങൾക്ക് ഉദിക്കട്ടെ. ചേതസി, നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത
ഉദിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ആ തത്വബോധം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്, അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പം എന്താണ് ആ ഭഗവാന്റെ മനസ്സിൽ അവരവരുടെ മനസ്സ് എന്നുള്ളത്, ഞാനെന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശരീരമല്ല, ആ പരമസുഖ ചിത്സ്വരൂപനായിട്ടുള്ളതായിട്ടുള്ള ആ ആത്മാവ്, പരമാത്മാവ് തന്നെയാണ് ഞാൻ. അപ്പോൾ ഈ ഭഗവാനും ആ പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഒരിക്കലും വേർപാട് എന്നുള്ളതില്ല. ഭഗവാൻ തന്നെയാണ് എൻ്റെ മനസ്സ് എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവും അദ്ദേഹത്തിൻ്റെ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിരഹവ്യതയൊന്നുമില്ല, വിരഹം എന്നുള്ളതില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവരവരുടെ ഹൃദയത്തിൽ തന്നെയാണ് ആ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വർത്തിക്കുന്നത്, ഹൃദയത്തിൽ തന്നെയാണ്, എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് എന്നുള്ളത് ആ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ വിരഹം എന്നുള്ള ദുഃഖം ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ മറ്റേ അർത്ഥം കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അഹം എന്നുള്ളത് ഞാൻ, അതായത് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ എന്നത് പരമസുഖചിത്തായിട്ടുള്ള ആത്മാവാണ്. ആ പരമാത്മാവ് ചിത്സ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് ഞാൻ, അതായത് കൃഷ്ണൻ എന്നുള്ള അർത്ഥം കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കൃഷ്ണൻ അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ വർത്തിക്കുന്നതായിട്ട് കൃഷ്ണനായതുകൊണ്ട്, ആത്മാവ് ആയതുകൊണ്ട് അപ്പോഴും വിരഹവ്യഥ ഇല്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഞാനുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോഴും നിങ്ങൾക്ക് വിരഹവ്യഥത ആവശ്യമില്ല എന്നുള്ളതായിട്ടുള്ള ആ അർത്ഥമായിട്ട് കൊടുക്കാം. രണ്ടായാലും ഒന്ന് തന്നെയാണ് കാര്യം എന്നുള്ളതാണ്. ഭഗവാൻ എന്നുള്ളത് പരമാത്മാവും ഞാനും, എൻ്റെ ആത്മാവും പരമാത്മാവും തമ്മിലൊരു വ്യത്യാസമില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്, ഞാനെന്ന് പറഞ്ഞാലും ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ വിരഹം എന്നുള്ളത് ഇല്ല എന്നുള്ളതായിട്ടുള്ള ആ തത്വജ്ഞാനം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ആത്മബോധ ആത്മക അഹം ഇതി, അങ്ങനെയുള്ളതായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഉദയതുവ സ്ഫുടമേവ ചേതസി, അത് വ്യക്തമായിട്ടുണ്ടായിക്കോട്ടെ, വേറൊരു ചിന്ത വേണ്ട, അതല്ലേരിക്കുമോ എന്നുള്ള സംശയേ വേണ്ട, വിരഹമുണ്ടോ എന്നുള്ളതായിട്ടുള്ള സംശയേ വേണ്ട. സ്ഫുടമേവ, വ്യക്തമായിട്ട് തന്നെ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ തത്വബോധം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അടുത്ത ശ്ലോകം. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാഭവദുദ്ധവോപദേശൈഃ സമഭവദമുത പരം തുദാസം പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. ഇനി ആ ഗോപസ്ത്രീകൾക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട്, തത്വോപദേശം കൊണ്ട് എങ്ങനെയുണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാഭവത് ഉദ്ധവോപദേശൈഃ. പണ്ട് ഉദ്ധവോപദേശൈഃ, ഉദ്ധവൻ്റെ ഉപദേശം കൊണ്ട്, ഉദ്ധവനെ പറഞ്ഞയക്കുകയുണ്ടായല്ലോ ഭഗവാൻ പണ്ട്. അങ്ങനെ ആ ഉദ്ധവൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുണ്ടായിട്ടുണ്ട്. ഉദ്ധവൻ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. ആനന്ദം നിങ്ങൾക്കുണ്ടായിക്കോളും, ഉദ്ധവൻ്റെ വാക്കുകളുണ്ടായിരുന്നല്ലോ അവിടെ. ബ്രഹ്മാനന്ദേ മിളതെന്ന് വെച്ചാൽ സംഗമോ വാ വിയോഗസ്തുല്യോ വസ്യാദിതി തവ ഗിരാസോകരോ നിർവ്യഥാസ്താഹ. ബ്രഹ്മാനന്ദേ മിളതി, ബ്രഹ്മാനന്ദം ഉണ്ടാവും നിങ്ങൾക്ക്, താമസമില്ലാതെ കണ്ട ബ്രഹ്മാനന്ദം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സംയോഗവും വിയോഗവും ഒക്കെ ഒരുപോലെ ആയിരിക്കും. അതായത് ഭഗവാൻ വേറെയാണെന്നുള്ള വിചാരം ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ ആ സംയോഗവും വിയോഗവും അതിനൊന്നും പ്രസക്തിയില്ല. എപ്പോഴും ഒന്നായിട്ടാണ് ഇരിക്കേണ്ടത്. രണ്ടാണെങ്കിലല്ലേ സംയോഗമുള്ളൂ വിയോഗമുള്ളൂ. അല്ലാതെ കണ്ട് ഒരേ വസ്തുവേ ഉള്ളൂ എന്ന് വെച്ചാൽ പിന്നെ ആ ഒരേ വസ്തുവിന് സംയോഗം എന്തിനോടാണ് ഉണ്ടാവുക, അതിനോട് തന്നെ സംയോഗം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സംയോഗം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേരലാണ്. വിയോഗം എന്ന് വെച്ചാൽ രണ്ടായിട്ട് വേർപെടലാണ്. അതില്ല, ഒന്നേ ഉള്ളൂ. ആത്മാവ് എന്ന് പറയണത് ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ബോധം നിങ്ങൾക്ക് അചിരാത്, വളരെ താമസം ഇല്ലാണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ സംയോഗവും വിയോഗവും ഒന്നും നിങ്ങളെ ബാധിക്കാത്തതാവും എന്നൊക്കെ ഉദ്ധവൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപദേശം കൊണ്ട് തന്നെ, ഉദ്ധവൻ്റെ ഉപദേശം കൊണ്ട് തന്നെ സുഖരസ പരിമിശ്രിത വിയോഗ, ഇവർക്ക് വിയോഗം ഉണ്ടായിരുന്നു. മുഴുവൻ അങ്ങോട്ട് ആയിരുന്നില്ല. ഉദ്ധവൻ്റെ ഉപദേശം കേട്ടാലും ആ തത്വജ്ഞാനം അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞിരുന്നില്ല. എങ്കിലും
ഇടയ്ക്കൊക്കെ ആ തത്വജ്ഞാനം ഉണ്ടാവും. അപ്പോൾ സുഖരസ പരിമിശ്രിത, ആ സുഖരസം കൂടിയിട്ട് ഇടകലർന്നിട്ടുണ്ടാവും, വിയോഗത്തിൻ്റെ ദുഃഖം ഉണ്ടാവും. പക്ഷേ ഇടയ്ക്കൊക്കെ ഭഗവാൻ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ആ മുഴുവൻ ദുഃഖം ആയിരുന്നില്ല എന്നുള്ളതാണ്. സുഖരസ പരിമിശ്രിത, സുഖരസവുമായിട്ട് മിശ്രിതം ആയിരുന്നു, ഇടകലർന്നതായിരുന്നു വിയോഗ ദുഃഖം എന്നാണ്. പുരാ, മുമ്പ് തന്നെ അങ്ങനെയായി തീർന്നിരുന്നു. എങ്ങനെ? ഉദ്ധവോപദേശാത്, ഉദ്ധവന്റെ ഉപദേശം കൊണ്ട് സുഖരസ മിശ്രിതമായിരുന്നു വിയോഗം എന്നാണ്. കിമപി, കുറച്ചൊക്കെ അങ്ങനെയായിരുന്നു. അമുതഹ, ഇപ്പോഴാകട്ടെ അതിൽ നിന്നും ഭിന്നമായിട്ട്, അമുത പരം തൂ, അതിൽ നിന്നും ശ്രേഷ്ഠമായിട്ട്, പരം ഇദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന്, ഭഗവാന്റെ ഉപദേശം കൊണ്ട് പരം, അതിൽ നിന്ന് ഭിന്നമായിട്ട്, പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത, അങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, അതായത് അങ്ങയെക്കുറിച്ചല്ലാണ്ട് ചിന്ത വേറെ ഇല്ല അവർക്ക്. ആ ചിന്ത തന്നെ ചിലപ്പോൾ ദുഃഖമായിട്ടും ചിലപ്പോൾ ദുഃഖമായിട്ടും ഒക്കെ അവർക്ക് തോന്നിയിരുന്നു പണ്ട്, അതായത് ഉദ്ധവോപദേശം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഇപ്പോൾ അവർക്ക് ആ സംശയേ ഇല്ലാണ്ടായി, വിയോഗമുണ്ട് എന്നുള്ളതായിട്ടുള്ള സംശയം തന്നെ ഇല്ലാണ്ടായി. ഭവദ്വിചിന്ത, അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ചിന്ത മുഴുവനെ പരമസുഖൈക്യമയീ, സുഖമായി മാത്രമായിട്ട് തീർന്നു. പരമസുഖം, അത്യന്തികമായിട്ടുള്ള ആനന്ദപ്രദമായിട്ട് തീർന്നു അങ്ങയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ തന്നെ. അതായത് സ്വയം തന്നെ അദ്ദേഹമൊക്കെ ഒപ്പം ഉള്ളതായിട്ടാണ്, തന്നിൽ നിന്ന് വേറെ ഉള്ളതായിട്ട് തോന്നണേയില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പരമസുഖം ഐക്യമയ്യായിട്ട് തീർന്നു. ഭവദ്വിചിന്ത, അങ്ങയെക്കുറിച്ചുള്ള ചിന്തകൾ മുഴുവൻ പരമസുഖൈക്യമയീ ആയിട്ട് തീർന്നു. പരമസുഖം തന്നെ ആനന്ദമയമായിട്ട് തീർന്നു. അവിടെ വിയോഗത്തിൻ്റെ കണിക പോലും ഇല്ലാത്തതായി തീർന്നു എന്നുള്ളതാണ്. പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത, അങ്ങനെയായി തീർന്നു. അവരുടെ ആ വിയോഗവും പരമസുഖ ആയിട്ട് തീർന്നു ഈ ഭഗവാന്റെ ഉപദേശം ഹേതുവായിട്ട് എന്നാണ്. 2 ശ്ലോകവും ഒന്നും കൂടി ചെല്ലാം. അപഗത വിരഹവ്യഥാസ്തദാതാ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിദാത്മകോഹമാത്മേത്യുദയതുവ സ്ഫുടമേവ ചേതസീതി. പരമസുഖാത്മക അഹം ഇതി എന്നാണ് അവിടെ പദമുറിക്കുക. അഹം ആത്മാ ഇതി ഉദയതു എന്ന്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അവരുടെ വിരഹത്തെ മാറ്റി നന്നായി അവരോട് ചൊല്ലി രഹസ്യമായി തത്വം പരമസുഖമതയേകും അന്തരാത്മാവറിയുക, ഞാനിതി ജീവികൾക്കു നിങ്ങൾ. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാഭവദുദ്ധവോപദേശൈഃ സമഭവദമുത പരം തുദാസം പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിരഹമതു തരും സുഖം വിഷാദം അറിയുമതുദ്ധവനോതി മുമ്പവർക്കും, തവ വചനമതാലവർക്കു കിട്ടി പരമമതാം പരിപൂർണ ചിത്തസൗഖ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.